അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. ആ ഹൃദയമാണ് നമ്മുടെ ശരീരത്തിനെ മുഴുവനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ, നമ്മളൊരു കാര്യം ചിന്തിക്കണമെങ്കിൽ, നമ്മളൊരു സ്ഥലത്തേക്ക് നോക്കണമെങ്കിൽ, നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ, ഇങ്ങനെ നമ്മുടെ ശരീരം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ ചിന്തിക്കുന്നതടക്കം അത് ആ ഹൃദയത്തിൽ നിന്നും വരുന്ന അറിയിപ്പ് മുഖേനയാണ്. ഹൃദയം കൽപ്പിക്കാതെ നമ്മുടെ ശരീരം ഒരു പ്രവർത്തനവും ചെയ്യുകയില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അലാ ഇന്ന ഫിൽ ജസദി മുൽഗ. അലാ, ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അറിയണം, ഇന്ന ഫിൽ ജസദി മുൽഗ, തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലഹത്ത്, അത് നന്നായാൽ, സ്വലഹൽ ജസദു കുല്ലു, ശരീരം മുഴുവനും നന്നായി. ഇദാ ഫസദത്ത്, ആ മാംസകഷ്ണമെങ്ങാനും ഫസാദായാൽ, ചീത്തയായാൽ, ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവനും ചീത്തയായി. വീണ്ടും പറയുന്നു, അലാ, നിങ്ങൾ അറിയണം, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് എത്തി. നമ്മുടെ ശരീരം മുഴുവനും നിയന്ത്രിക്കുന്നത് അത് ഹൃദയമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് സ്വഹീഹായ ഹദീസിലൂടെ, ആ ഹൃദയം നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. ശരീരം മുഴുവനും നന്നായി എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവർത്തനങ്ങള്, നമ്മുടെ ചിന്തകള്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി. നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ പരിശുദ്ധമായിരിക്കും. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ ദിക്റുകളും തസ്ബീഹുകളും സ്വലാത്തുകളും മറ്റുള്ള ആളുകൾക്ക് ഉപകാരമുള്ള വാക്കുകളായിരിക്കും. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരികയില്ല. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ നല്ല പ്രവർത്തനങ്ങളിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് നല്ല പ്രവർത്തനങ്ങളായിരിക്കും. അതേപോലെ വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, ആ മാംസകഷ്ണമെങ്ങാനും മോശമായാൽ അവന്റെ ശരീരം മുഴുവനും മോശമായി. ഇത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതമാണ്. അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശമായിരിക്കും, ചീത്ത വാക്കുകളായിരിക്കും, മറ്റുള്ളവരെ തെറി പറയലായിരിക്കും. ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. അത് അവർക്കൊരു സന്തോഷമാണ്, മറ്റുള്ള ആളുകളെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കുക, മനസ്സ് വേദനിപ്പിക്കുക, മറ്റുള്ളവരെ ചീത്ത പറയുക. ഞാൻ എന്ത് പറഞ്ഞാലും അവർ തിരിച്ചു പറയില്ല എന്നുള്ള ഒരു ധൈര്യത്തോടു കൂടി മറ്റുള്ളവർ അള്ളാഹുവിനെ പേടിച്ചു നിൽക്കുന്നവരായിരിക്കും. അതിൽ അവർ അഭിമാനിക്കുകയാണ്, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ചീത്ത പറയുന്ന ആളാണ്. അതൊരു അഭിമാനമാണ് അവർക്ക്. അള്ളാഹു തആല കാത്തു സലാമത്താക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളൊക്കെ മോശമായിരിക്കും. അതൊക്കെ ഹൃദയം ശുദ്ധിയില്ലാത്തതിന്റെ ലക്ഷണമാണ്. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ദുബായിൽ നല്ല തണുപ്പാണ്. അതും രാത്രിയിൽ പുറത്തുനിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. ജലദോഷം വരുന്ന രൂപം കാണുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരെയും എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളൊക്കെ ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരത്തിനെ മുഴുവനും നിയന്ത്രിക്കുന്നത് അത് ഹൃദയമാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും ബൽ യൻളുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. എന്താ പറഞ്ഞത്? നിശ്ചയമായും അല്ലാഹു തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ നോക്കുകയില്ല, പക്ഷെ അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അല്ലാഹു തആല നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അല്ലാഹു തആലാക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ രൂപങ്ങളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, ഹൃദയം നന്നായിട്ടുണ്ടെങ്കിൽ അവന്റെ മുഴുവൻ കാര്യങ്ങളും നന്നായിട്ടുണ്ടാകുമെന്ന്. അപ്പൊ അള്ളാഹു തആല നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ആ ഹൃദയം നന്നായിട്ടുള്ളവനാണോ, ബാക്കി ഒരു കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നന്നായവനാണ്. അതുപോലെ തന്നെ ഹൃദയം മോശമായിട്ടുള്ളവനാണോ എങ്കിൽ അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മോശമാണ്. അത് അള്ളാഹു തആല അവിടെ വിലയിരുത്തും. അള്ളാഹു തആല ഹൃദയം ശുദ്ധിയായ നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം, ഹൃദയത്തിലേക്ക് പിടിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. എന്താണ് ആ രോഗം? ഒന്ന് കിബിർ, അതുപോലെ തന്നെ അസൂയ,
ലോകമാന്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് മറ്റുള്ളവർ കരുതട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. അങ്ങനെ മറ്റുള്ളവർ കാണാൻ വേണ്ടി പോലും ഇബാദത്ത് ചെയ്താൽ കൂലി കിട്ടുന്ന ഒരൊറ്റൊരു ഇബാദത്ത് മാത്രമേ ഉള്ളൂ. അതറിയുമോ? മറ്റുള്ള ആളുകൾ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലും ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്തിന് കൂലിയുണ്ട്. ഏതാണ് ആ ഇബാദത്ത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഞാൻ വലിയ സ്വലാത്തുകാരനാണ്, ഞാൻ എല്ലാ സമയത്തും സ്വലാത്ത് ചെല്ലുന്നവനാണ് എന്ന് വിചാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നാലാളുകൾ കാണട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പോലും സ്വലാത്ത് ചെല്ലിയാൽ ആ സ്വലാത്തിനിക്ക് കൂലിയുണ്ട്. വേറെ ഒരു ഇബാദത്തിനിക്കും വേറെ ഒരു അമലിനിക്കും ആ പവറില്ല. സ്വലാത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ആ ചർച്ച പിന്നെ വരുന്നുണ്ട്. ആ സമയത്ത് സ്വലാത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാം ഇൻഷാ അള്ളാഹ്. അതുപോലെ തന്നെ കിബർ, ഞാൻ വലിയവനാണ്, എവിടെ നോക്കിയാലും ഞാൻ വലിയവനാണ് എന്നുള്ള ആ ഒരു തോന്നൽ, അത് ഏറ്റവും വലിയ പരാജയമാണ്. കിബറന്മാരായി നടന്ന ആളുകൾ ആരും ഇവിടെ വലുതായി പോയിട്ടില്ല. എന്നാൽ വിനയത്തോടെ ജീവിച്ച ആളുകളുടെ ഇടയിൽ വളരെ വിനയത്തോടുകൂടി ജീവിച്ച ആളുകൾ, പല ആളുകളും ലോക പ്രശസ്തന്മാരായി മാറുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തിൽ കിബർ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ലോകമാന്യം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അസൂയ ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ള ആളുകളോട് അസൂയ. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒന്ന് ഉഷാറായാൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തികമായി ആരെങ്കിലും ഒന്ന് പച്ചപിടിച്ചാൽ, ആരെങ്കിലും ഒരു വാഹനം വാങ്ങിയാൽ, ആരെങ്കിലും വല്ല സ്ഥാനക്കയറ്റം കിട്ടിയിട്ട് ഒരു സ്ഥാനത്തെത്തിയാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലയിൽ നമ്മളെക്കാളും ഒരു പടി ഉയർന്നു പോയാൽ അവനെ എങ്ങനെയെങ്കിലും താഴ്ത്തണം, അവന്റെ ബിസിനസ് ഒന്ന് പൊളിച്ചു കളയണം, അവനിക്ക് പേരുദോഷം ഉണ്ടാക്കിക്കണം. ഇങ്ങനെ മനസ്സിൽ അസൂയ പിടിച്ച് നടക്കുന്ന ആളുകൾ, അതൊക്കെ മനുഷ്യശുദ്ധിയില്ലാത്തതിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇങ്ങനെ അസൂയ പിടിച്ച് മറ്റുള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലാഹു തആല അവരെ ഉയർത്തിക്കളയും. ഈ അസൂയ പിടിച്ചവനെ അവിടെ തന്നെ നശിപ്പിച്ചു കളയും. അസൂയ പിടിച്ച് ചില ആളുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ പോലും അതുപോലെയാണ്. തമാശക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, തമാശയാണേ. ഒരു നാട്ടില് ഒരു സമ്പന്നനായ ഒരു ഹാജിയാരുണ്ടായിരുന്നു പോലും, അതേപോലെ ഒരു പാവപ്പെട്ട ഒരാളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാവപ്പെട്ട ആൾക്ക് ഈ ഹാജിയാരോട് ഒരു അസൂയ. കാരണം അയാൾക്ക് നല്ല സമ്പത്തുണ്ട്, നല്ല സമ്പന്നനാണ്. അങ്ങനെ ഈ പാവപ്പെട്ടവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പോലും, പടച്ചോനെ നീ എന്നെ ഹാജിയാരെ പോലെ വലിയ സമ്പന്നനാക്കണേ പടച്ചോനെ. എന്നിട്ട് വീണ്ടും അയാൾ ദുആ ചെയ്യുന്ന പോലും, പടച്ചോനെ നീ എന്നെ ഹാജിയാരെ പോലെ സമ്പന്നനാക്കിയില്ലെങ്കിലും നീ ഹാജിയാരെ എന്നെ പോലെ പാവപ്പെട്ടവനാക്കണേ എന്ന്. എങ്ങനെയുണ്ട് ഇത്? ചില ആളുകളെ സ്വഭാവത്തിനനുസരിച്ച് പറയുന്ന ഒരു വാക്കാണ് തമാശക്ക്. അപ്പൊ ഈ ഹൃദയം ശുദ്ധിയാകാൻ എന്താണ് വഴി? അത് അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയം സമാധാനമാകുന്നത്, ഹൃദയം ശുദ്ധിയാകുന്നത് അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടാണ്, അള്ളാഹുവിനിക്ക് ദിക്റുകൾ ചൊല്ലൽ കൊണ്ടാണ്. ഏത് സമയത്തും അള്ളാഹുവിന് ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക, ഖുർആൻ ഓതുക. ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കായി ശുദ്ധിയാകും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നാകും. നമ്മുടെ വാക്കുകള്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അതിലൂടെ ശുദ്ധിയായി വരും. നല്ല കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുണ്ടാവുകയുള്ളൂ. മറ്റുള്ള ആളുകളെ കുറ്റം പറയുന്നതിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കും. മറ്റുള്ള ആളുകളെ നല്ലത് പറയാനേ നമ്മൾ സമയം കണ്ടെത്തുകയുള്ളൂ. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നന്നായി വരും. അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. അള്ളാഹു താല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.